ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പുതിയൊരു ചക്ക വിഭവം പരിചയപ്പെട്ടാലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പച്ചച്ചക്കയായിട്ടാണ് കേട്ടോ. അപ്പോൾ മഴക്കാലമൊക്കെ പിടിച്ചു, ചക്കയൊക്കെ എല്ലായിടത്തും തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചക്കയും മാങ്ങയൊക്കെ വളരെ അവസാനമായിട്ടോ കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ വൈകി കിട്ടിയൊരു ചക്ക കൊണ്ടുണ്ടാക്കിയൊരു ചക്ക വിഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചക്ക വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ചക്കയൊക്കെ ഒന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് കൂഴച്ചക്കയായാലും കുഴപ്പമില്ല, അതുപോലെ വരിക്കച്ചക്കയായാലും കുഴപ്പമില്ല കേട്ടോ. പച്ചച്ചക്ക എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വല്ലാതെ അരഞ്ഞു പോവരുത്, ഒന്ന് ക്രഷായി കിട്ടാനേ പാടുള്ളൂ. അപ്പം ഞാനിതാ ചക്കയൊക്കെ ഒന്ന് ക്രഷാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വൈകുന്നേരത്തെ കടിക്കുകയാണെങ്കിലും അതേപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ കഴിക്കാം കേട്ടോ. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഈ ചക്കവട എന്ന് പറയുന്നത്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് സവോള, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ചെറുതായി പൊടിയായി എരിഞ്ഞെടുക്കണം. അതിൻ്റെ മുമ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരല്പം മൈദയാണ് കേട്ടോ. ഒരു 1/4 ഗ്ലാസ്സൊക്കെ മൈദ മതിയാവും. അപ്പോൾ അതിലേക്ക് മൈദ ചേർത്ത് കൊടുത്തു. മൈദയുടെ പകുതി നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അരിപ്പൊടി പുട്ടുപൊടി ആയാലും കുഴപ്പമില്ല, വറുത്ത പച്ചരിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് രണ്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മൈദയും അരിപ്പൊടിയും ചേർക്കുന്നത് നമുക്ക് ഈ ചക്ക ഒരു കുഴകുഴ പരുവത്തിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്കതൊന്ന് ഉരുള പിടിക്കാൻ പാകത്തിനുള്ള ഒരു പരിപ്പ് വടയുടെയൊക്കെ ഉരുള പിടിക്കുന്ന ആ ഒരു പാകത്തിന് കുഴഞ്ഞു കിട്ടുന്നത് വരെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ചേർത്തൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള പുത്തൻ വിശേഷങ്ങളും പുതിയ വീഡിയോയും ഒക്കെ ആയിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ ലഭിക്കാനത് സഹായകമാകും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു കൈ കൊണ്ടാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത്. ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്ന ഫോണുള്ളത് കൊണ്ട് ഞാനതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരല്പം മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒന്ന് തൂവിയൊന്ന് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് പരിപ്പ് വടയുടെ ആകൃതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം. എനിക്കിപ്പോൾ ഒരു കയ്യിൽ ഫോണുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്കിതാ ഞാനിങ്ങനെ മൊത്തം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കനം കുറച്ച് പരിപ്പ് വടയുടെ അതേ ഷേപ്പിൽ അതേ കട്ടിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ഞാനിതിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം ബാക്കിയുള്ളത് ഞാൻ ചെയ്തിട്ടുള്ളത് കയ്യിൽ തന്നെ ഒരു കുഞ്ഞു പാത്രത്തിൽ ഒരല്പം വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലൊന്ന് തൊട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മുടെ ഈ 4 വിരൽ ഉപയോഗിച്ച് വലത് കൈയുടെ 4 വിരലിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് എടുത്ത് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഞാനെടുത്ത് ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചത്. പ്ലേറ്റിലേക്ക് വെക്കാതെ നമുക്ക് അപ്പം എന്ത് ചെയ്യാം, ഇങ്ങനെ കയ്യിൽ തന്നെ പാകത്തിന് ചെറിയ പരിപ്പുവടേൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് വെള്ളം തൊട്ട് പരത്തി അപ്പോൾ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേഗം നമുക്ക് മുരിഞ്ഞു കിട്ടും. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ചക്ക ആയതുകൊണ്ട് അതേപോലെ നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ടൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അധികം എണ്ണയൊന്നും കുടിക്കില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ചക്ക കൊണ്ട് എപ്പോഴും വേവിച്ചിട്ടും അതേപോലെ പുഴുക്ക് അങ്ങനെ പിന്നെ ചക്കവറ്റലൊക്കെ ഉണ്ടാക്കി മടുത്തവരാണെങ്കിൽ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ അധികം എണ്ണ യൂസ് ചെയ്യാൻ പറ്റാത്തവർ ഇത് സ്കിപ്പ് ചെയ്യുക, അതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തവിട് എണ്ണയാണ് കേട്ടോ. തവിടെണ്ണക്ക് കൊളസ്ട്രോളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് തവിടെണ്ണ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.